ഷോപ്പിൻ്റെ മാനേജറാണ്. ക്ലിൻഡു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നമ്മളിവിടെ ആയിരിക്കുന്നത് നൈപുണ്യ ബിസിനസ് സ്കൂളിൽ MBA പഠിക്കുന്ന സ്റ്റുഡൻസാണ്. റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റീറ്റെയിൽ മാനേജ്മെൻറ്റ് എന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഷോപ്പിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു മാനേജറെയും ഒരു എംപ്ലോയിയും ഇൻ്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ കുറച്ചുകൂടി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് മനസ്സിലാക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് ഇൻട്രൊഡക്ഷനും മാനേജർ എന്ന നിലയിൽ ഉത്തരവാദിത്തം എന്തൊക്കെയാണ് പറയാം. വർക്ക് നമ്മൾ പരിചയമായി നമ്മുടെ ടൗണിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 1947 തുടങ്ങിയത്. അപ്പോൾ നമ്മളൊരു സ്റ്റേഷനറി ആയിട്ട് നമ്മൾ തുടങ്ങിയിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഗ്രോത്തിൻ്റെ നല്ല സെയിൽ വന്നതിന് ശേഷമാണ് നമ്മളിവിടെ ആദ്യം ഒരു ഏജൻസി ആയിരുന്നു. ഇപ്പോൾ നമ്മളിരിക്കുന്ന സ്ഥാപനം CG ഏജൻസി എന്ന സ്ഥാപനമായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്തിരുന്നത് റൂട്ട് സെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ അത്ര പ്രോഫിറ്റബിൾ അല്ല. കാരണം കുറേ റീറ്റെയിൽ ബിസിനസ്സുകൾ തുടങ്ങി, സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി, പിന്നെ ഓൺലൈൻ ബിസിനസ്സുകൾ വന്നോടെ നമ്മുടെ ഈ ഏജൻസിൻ്റെ ബിസിനസ് പയ്യെ ഡൗൺ ആകാൻ തുടങ്ങി. അപ്പോൾ അതിന് ഒരു എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതിന് പോകുമ്പോഴെന്ന രീതിയിലാണ് നമ്മൾ സാറ് ഒരു സൂപ്പർ മാർക്കറ്റ് ഇത് കൺവേർട്ട് ചെയ്താലൊന്നും ഒരു ചിന്താഗതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2019 ഡിസംബറിലാണ് നമ്മൾ ഈ CG സൂപ്പർ മാർക്കറ്റ് എന്നൊരു സ്ഥാപനം ഓൾത്തിരിഞ്ഞ് വന്നത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ സ്ഥാപനം, പക്ഷെ അന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് ചെറുതായിട്ട് തുടങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിപുലമായ സാധ്യത കണ്ടിട്ട് അതൊന്നുകൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ ആയിരിക്കുന്ന രീതിയിലേക്കാണ് ആക്കിയെടുത്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിളും ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റീറ്റെയിൽ ഷോപ്പ് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഐറ്റംസ് നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു കസ്റ്റമർ വന്ന എന്തും ഐറ്റം ആൾക്ക് കിട്ടണം, എന്നാലാണ് അയാൾ പിന്നെ നാളെ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ബാക്കിയുള്ള വ്യത്യസ്തമായിട്ട് ഞാൻ കാണുന്നത്, ബാക്കിയുള്ള സ്ഥലത്ത് പച്ചക്കറി നമുക്ക് കാണാൻ പറ്റും, വെജിറ്റബിൾസ് കാണാൻ പറ്റും, ഫ്രൂട്ട്സ് കാണാൻ പറ്റും, പ്രൊവിഷൻസ് കാണാൻ പറ്റും, പിന്നെ സ്റ്റേഷൻ ഐറ്റംസ് കാണാൻ പറ്റും. പക്ഷേ ഒരു ബുച്ചറിയും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് നമുക്ക് ഇവിടെ വളരെ വിരളമാണ്. പക്ഷെ അതും കൂടി ആഡ് ചെയ്ത്, പക്ഷെ ചിലർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സബ് കൊടുത്തിട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ആൾക്കാർക്ക് ഒന്നും കൂടി ഫ്രഷ് കൊടുക്കണമെന്നൊരു ചിന്താഗതിയുള്ള ആളാണ് നമ്മൾ സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പോയി മുൻപത്ത് നിന്നൊരു ഫിഷ് എടുത്തിട്ട് നമ്മൾ ബുച്ചറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് A to Z എല്ലാ ഐറ്റംസും ഈവൻ ഒരു കറക്കി വയ്ക്കണം, ഈവൻ നോൺ വെജ് ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, പിള്ളേർക്കുള്ള സാധനങ്ങളായിക്കോട്ടെ, മുതിർന്ന ആൾക്കാർക്ക് സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഒരു കൊടുക്കുകയില്ല എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ നമുക്ക് മൊത്തം 40 എംപ്ലോയീസാണ് ഉള്ളത്. നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് ഒരു 7:30 മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, വൈകിട്ട് 9 വരെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഷിഫ്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. പണ്ട് മിക്ക സ്ഥലത്ത് നമ്മൾ നോക്കിയ സൂപ്പർ മാർക്കറ്റുകൾ 1-2 ഫ്ലോറൊക്കെ ആയിരുന്നു. പക്ഷെ ആൾക്കാർക്ക് അതിനുള്ള ആറ്റിറ്റ്യൂഡ് മാറി. അതിനിപ്പോൾ ആൾക്കാർക്ക് സ്റ്റെപ്പ് കയറാനോ നോക്കാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവരും ഇപ്പോൾ തന്നെ ഒറ്റ ഫ്ലോറിലാണ് മിക്കവരും സൂപ്പർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവരും ട്രെൻഡ് അതാണ്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒറ്റ ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ അതിൽ എപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവർ വരുന്ന കസ്റ്റമറിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ഓരോ ഐറ്റംസ് എവിടെ പ്ലേസ് ചെയ്യുന്നുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം മിക്ക സൂപ്പർ മാർക്കറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവരെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആൾക്കാർ ഡെയിലി ബേസിസ് വേണ്ട സാധനങ്ങൾ എപ്പോഴും വെക്കുന്ന ഏറ്റവും അവസാനമായിരിക്കും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും ആദ്യം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള സാധനം എടുക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ കൂടുതൽ അതും കൂടെ ഒരു പർച്ചേസ് ചെയ്യണം. അതുകൊണ്ട് ടെൻഡൻസി അവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അതിന് തിരിച്ചാണ്. കാരണം ഫ്രണ്ടിലാണ് ആൾക്കാർക്ക് സാധനം പച്ചക്കറി ഏറ്റവും ആവശ്യമുള്ള സാധനം ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. കാരണം നമ്മളെ ഒരു അട്രാക്ട്, നമ്മൾ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിന് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് നമ്മൾ ഈ പള്ളി തന്നെയാണ്, ഫ്രണ്ടിൽ ബസ്സിലേക്ക് പള്ളിയാണ്. അപ്പോൾ മിക്ക പള്ളിയിൽ കഴിഞ്ഞ ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അവർ. അവർക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ, ഏറ്റവും കൂടുതൽ വേണ്ട ആവശ്യങ്ങൾ സാധനം എടുക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും പോയി പോകാൻ പറ്റില്ല. അപ്പോൾ ഏട്ടായി തന്നെ വരുമ്പോൾ അവർക്ക് ബാഗ് എടുത്തിട്ട് വേഗം അവരൊരു കാര്യങ്ങൾ നടത്തി. ചില ആൾക്കാർക്ക് പോകുന്നത് ചില പച്ചക്കറി മാത്രം കാണാനായിരിക്കും. അവർ അത്ര ദൂരം നടത്തിച്ച് ആളും കൊണ്ട് എടുപ്പിക്കുന്ന കാരണം അവർക്ക് വേണ്ട സാധനം ഏറ്റവും തന്നെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് വാങ്ങാൻ വന്ന ആൾക്കാർക്ക് അത് എവിടെ നിന്നാലും അവർക്ക് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് ആൾക്കാർ അവരിരിക്കുന്ന ആ സ്ഥാപനം സ്ഥലം അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സ്ഥാനങ്ങൾ അവിടെ പ്ലേസ് ചെയ്യണം. തീർച്ചയായും കണ്ടുമ്പോൾ പിള്ളേർക്ക് അത് തോന്നും, അയ്യോ അത് വാങ്ങും. പിള്ളേർ വാശിക്കും. മിക്ക പാരൻസും ഇപ്പോൾ പിള്ളേരുടെ ഇഷ്ടത്തിന് വഴങ്ങുന്ന പാരൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വാഴ തന്നെ കൂടുതൽ ചീര തരുന്ന രീതിയിൽ അതും കൂടി നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ബില്ലിംഗ് കൗണ്ടറിനകത്ത് തന്നെ ടോയ്സ് വയ്ക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൈസ് ചെയ്തിട്ടുണ്ട്.
ഉണ്ട്. അതുപോലെ തന്നെ ഫിഷ്, മറ്റേ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ. ബാക്കിയെല്ലാം മിക്ക സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏറ്റവും ബാക്കിലായിരിക്കും. പക്ഷെ നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ നോക്കുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ ഇപ്പൊ സ്വാഭാവികം ബുച്ചറിൽ നമ്മൾ സാധനം ഫിഷ് എന്ന് പറഞ്ഞു വിചാരിക്കാം. അത് നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് നന്നാക്കി നമുക്ക് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മുടെ കസ്റ്റമർക്ക് എന്താ ഗുണം, കയറുമ്പോൾ തന്നെ ആദ്യം ഫിഷിന് ഓർഡർ കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ബാക്കി പർച്ചേസ് ചെയ്ത് ഒരുമിക്കും ഫിഷ് എല്ലാം ക്ലീൻ ആയിട്ട് റെഡിയാവുകയും ചെയ്യും. അപ്പൊ ആ ടൈം അവർ സേവ് ചെയ്യും. അതല്ല നേരത്തെ അവസാനം വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയെല്ലാം ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് ബുച്ചറിൽ ചെന്ന് ഫിഷ് ഓർഡർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അവർ വെയിറ്റ് ചെയ്യാൻ നിൽക്കണം. ഇതാ വെയിറ്റിംഗ് ആൾക്കാർ സമയം അവർ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തത്. രണ്ടാമത് റീ ഓപ്പൺ ചെയ്തിരുന്നു, നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ സമയത്ത് റോയൽറ്റി കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു കസ്റ്റമേഴ്സിന്. എന്ന് വെച്ചാൽ കാർഡായിട്ട് കൊടുക്കുന്നില്ല, അവരുടെ നമ്പർ നമ്മുടെ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്താലും 100 രൂപയ്ക്ക് 1 രൂപ അല്ലെങ്കിൽ 10 രൂപ കിട്ടാൻ രീതി അത് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ പോലും സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്യാനനുസരിച്ച് നമ്മൾ അവർക്ക് പോയിന്റ് കൊടുക്കാം അവർക്ക്. അപ്പൊ അവർ നിശ്ചിത സമയം പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ നമ്പറിൽ ഈ എമൗണ്ടിൽ കൂടി വരും റോയൽറ്റി പോയിന്റ്. അപ്പൊ കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റ് വെച്ചിട്ട് റിഡീം ചെയ്ത് വേറെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങും. അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പണിംഗ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ആൾക്കാർക്ക് വേറൊരു ഓഫർ വെച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ഒരു കൂപ്പൺ, ഒരു ഓഫറിന്റെ ഒരു ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ഒരു അത് പിക്ക് ചെയ്യാം, ഒരു നമ്പർ അതെടുക്കാം. നമ്മുടെ ഒരു ബൗളിനകത്ത് കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ എടുക്കുമ്പോൾ അത് ഏതാണ് നമ്പർ, 5 ആണെങ്കിൽ 5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കൊടുക്കായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇന്നത്തെ അത് സൂപ്പർ മാർക്കറ്റോട് കോമ്പറ്റീഷനോട് ഫീൽഡാണ്. അപ്പൊ നമ്മൾ മറ്റുള്ള നിങ്ങൾ വേറിട്ട് എന്തെങ്കിലും ചെയ്താലാണ് ആൾക്കാർക്ക് നമ്മളോടേക്ക് വരാൻ താല്പര്യം തോന്നുന്നു. പിന്നെ അത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അവരടുത്ത് നന്നായിട്ട് അവർക്ക് എന്തുകൊണ്ട് അവരിത് ചൂസ് ചെയ്യണം, എന്തുകൊണ്ട് വരണം, അതിൽ അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുള്ളത്. അപ്പൊ അങ്ങനെ അനുസരിച്ച് നമ്മൾ കാലത്തനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ബിസിനസ് അല്ലെങ്കിൽ റീറ്റെയിൽ എന്തായിക്കോട്ടെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായി. ടൗണിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്, എന്നാൽ ഒരുപാട് ഇന്റീരിയറുമല്ല. ഇപ്പൊ ഇതിന്റെ ഈ ഒരു ലൊക്കേഷന്റെ എന്താണ് സ്പെഷ്യാലിറ്റി? ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനും ഇവിടെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണേ, അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ എന്താണ്, പാർക്കിംഗ്, ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട എന്ത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പക്ഷെ ഞങ്ങളൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ബസിലിക്ക ചർച്ച് എന്നുള്ള ഒരു സംഭവമാണ്. കാരണം ഒരു മിക്കവർക്ക് അറിയാവുന്ന സ്ഥലം അങ്കമാലി ബസിലിക്ക ചർച്ച് എവിടെയാണുള്ളത്. അപ്പൊ അങ്കമാലി ബസിലിക്ക ചർച്ച് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. പിന്നെ നമ്മൾ പാർക്കിംഗ് നമുക്ക് അത്യാവശ്യം ഫ്രണ്ടിൽ അത്യാവശ്യം പാർക്കിംഗ് ഉണ്ട്. അത് കൂടാതെ നമ്മൾ ബാക്കിൽ കുറച്ച് പാർക്കിംഗ് സ്പേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പാർക്കിംഗ് സ്പേസ് ചെയ്യാം. പിന്നെ പള്ളികളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ അവിടെ പാർക്കിംഗ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു ഗുണമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ സാറൊക്കെ എപ്പോഴും പോകുന്നത് എപ്പോഴും ഫ്രഷ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, മുൻപത്തിലേക്ക് പോയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ഫിഷ് എടുക്കുന്നു നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൺസ് ഒരാളുകൂടെ എക്സ്പീരിയൻസ് ചെയ്ത് ഫിഷ് നമ്മൾക്ക് വാങ്ങിച്ച ആൾക്കാർ അതിൻ്റെ അത് മൗത്ത് മനസ്സിലാക്കിയിട്ട് വീണ്ടും വരുന്നത് നമ്മുടെ അടുത്ത് തന്നെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു വിൽ പവർ, അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് വില്ല് എന്നൊക്കെ ഞങ്ങൾ അവകാശപ്പെടാൻ തോന്നുന്നു. അത്യാവശ്യം നമ്മളിവിടെ ഒരു 10-12 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫാണ് നമ്മളിവിടെ ഉള്ളത്. പക്ഷെ അവർക്ക് നമ്മൾ അത്യാവശ്യം കൊടുക്കാറുണ്ട് എങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ മിക്കപ്പോഴും നമ്മള് വൺസ് ഇൻ എ വീക്ക് ഒരു മീറ്റിംഗ് വെക്കും. അത് നമ്മളതിന് വേണ്ടി വേറൊരു ടീമുണ്ട്, ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേറൊരു ടീമുണ്ട്. അത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ നോട്ടീസൊക്കെ നമ്മൾ ഇട്ടാൽ അത്ര ഫലപ്രദമല്ല. അപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ ബ്ലോഗേഴ്സ്. അപ്പൊ ഇവരൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിംഗ് നമുക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്കിയുള്ളവർ നോക്കിയിട്ട് പഴയ ഇൻസ്റ്റയിലേക്ക് നോക്കിയിട്ട് ഏതാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പോ ഈ ഐറ്റംസിന് ഓഫർ ഇടുമ്പോൾ പല രീതിയിൽ ഇടാൻ പറ്റും. ചില സ്ഥലത്ത് ആൾക്കാർ ഓഫർ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഉപയോഗമില്ലാത്ത കുറെ സാധനങ്ങൾ ഇടും. ആൾക്കാർ വാങ്ങാൻ പറ്റാത്ത ആവശ്യമുള്ള സാധനങ്ങൾ ഇടുമ്പോൾ ഓഫർ ഉണ്ട്. പക്ഷെ അത് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നില്ല. പക്ഷെ എപ്പോഴും ആൾക്കാർക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ അവരുടെ ഡെയിലി യൂസിന് വരുന്ന സാധനങ്ങൾക്ക് ഓഫർ ഇട്ടാലാണ് അത് കാര്യമുള്ളൂ. അപ്പൊ അത് നമ്മൾ പരമാവധി നോക്കുന്നത് ആൾക്കാർക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന സാധനങ്ങൾക്ക് ഓഫർ ഇടാൻ നമ്മളോടൊപ്പം ശ്രമിക്കാറുണ്ട്. കാണാൻ പറ്റും ഫ്രണ്ടിൽ തന്നെ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്തിട്ടാണ് ബുക്സും കാര്യങ്ങളും വെച്ചാണ്. എസ്പെഷ്യലി അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ഒരു 35% ഡിസ്കൗണ്ട് ഫ്രം MRP കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് അപ്പൊ വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും, ഓഫർ കാണാൻ പറ്റും. അപ്പൊ ആൾക്കാർ അത് കണ്ടുകഴിഞ്ഞാൽ കുറച്ചും അട്രാക്റ്റീവ് ആയിട്ട് അത് ഇൻ കേസ് അത് ചില ആൾക്കാർ അത് വാങ്ങാൻ വേണ്ടി വന്നായിരിക്കും, വേറെ വാങ്ങാൻ വന്നായിരിക്കും. പക്ഷെ ഈ സാധനം ആദ്യം തന്നെ കാണുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ ഇവിടെ ഇത്ര ഓഫർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതുണ്ടെന്ന് തോന്നുമ്പോൾ അവർ ഒന്നെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾക്ക് വന്നവരുണ്ടാകും ഈ ഓഫർ കണ്ടിട്ട്.
അപ്പൊ അങ്ങനെ മിക്കപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ആളുകൾ എവിടെ ഇരിക്കുന്നത് അറിയാനുള്ള ഇവിടുത്തെ പ്രത്യേകിച്ച് ഏരിയ കൂടുതലുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയാണ് നമ്മൾ 2-3 സ്റ്റാഫുകൾ എപ്പോഴും അവിടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഗൈഡ് ചെയ്യും എവിടെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ നെയിം ബോർഡ് വെക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് സ്റ്റാഫിന് കൂടുതൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഡിസ്പ്ലേ സ്റ്റോറുകളും കാര്യങ്ങളും റീറ്റെയിൽ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് നമ്മൾ എവിടെയാണ് എങ്ങനെ കീപ്പ് ചെയ്യുന്നു, ഇൻവെന്ററി എങ്ങനെ മാനേജ് ചെയ്യുന്നു? നമ്മളിപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റ് നോക്കിയാലും 2 സെക്ഷനായിട്ടായിരിക്കും ചെയ്യാം. ഒന്ന് ഫ്രണ്ടിൽ കസ്റ്റമർക്ക് ആക്സസ് ഉള്ള സ്ഥലം, അവർക്ക് സാധനം കാണാൻ. പിന്നെ ബാക്കിൽ ഒരു ഗോഡൗൺ സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ത്രെഡ് കൂടാൻ ഇതുപോലെ മോഷണം കൂടാൻ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും മിനിമം സ്റ്റോക്കാണ് എപ്പോഴും റാക്കുകൾ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 2ആയിട്ടാണ് സ്റ്റോക്ക് എപ്പോഴും സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഗോഡൗൺ സ്റ്റോക്ക് വേറെ, ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് ആക്സസ് ഉള്ള സ്ഥലത്ത് സ്റ്റോക്ക് വേറെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറ്റ്ലീസ്റ്റ് 2 മാസം കൂടെ 3 മാസം കൂടെ ക്വാർട്ടറിൽ സ്റ്റോക്ക് എടുക്കും. കാരണം എത്ര പോയിട്ടുണ്ട്, എങ്ങനെ മൂവ്മെന്റ് ചെയ്യുന്ന സ്റ്റോക്ക്. അപ്പം ഈ പറഞ്ഞ സ്റ്റോക്ക് വെക്കുമ്പോൾ നമുക്ക് ഈ ഐറ്റംസ് മൂവ്മെന്റ് പറയാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചില ഐറ്റംസ് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും റീ ഓർഡർ ചെയ്യാൻ കാര്യങ്ങൾ പറ്റും. ചില സാധനങ്ങൾ വളരെ സ്ലോ മൂവിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കണം. കാരണം അപ്പോൾ അങ്ങനത്തെ മൂവ് ചെയ്യാത്ത ഐറ്റംസ് നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ഇടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അട്രാക്റ്റീവ് ഒരു ഓഫർ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മൾ സാധനം സെല് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മളിപ്പോഴും ഈ സ്റ്റോക്ക് 2ആയിട്ട് പ്ലേസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട്. റെഗുലർ എങ്ങനെയാണ് ഈ സാധനങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്യണത് അറിഞ്ഞ് എങ്ങനെയാണ് അതിൻ്റെ റീപ്ലേസ്മെന്റ് നടത്തുന്നത്? സ്റ്റോക്ക് ഔട്ട് വരാണ്ട് ഒന്നെങ്കിൽ നമുക്ക് കസ്റ്റമർ നമ്മുടെ സ്റ്റാഫിൽ അവിടെ നിന്നിട്ട് അവർ സ്റ്റോക്ക് നോക്കും. അത്യാവശ്യം ഫിസിക്കൽ സ്റ്റോക്ക് റാക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിൽ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ പറ്റും. ആ ഏത് സ്റ്റോക്ക് റെഡ് ഇൻഡിക്കേഷൻ കാണിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് റാക്കിലുള്ളതിനേക്കാളും മിനിമം സ്റ്റോക്കാണ്. മിനിമം സ്റ്റോക്കിന് താഴെയായിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ് ഒന്ന് പറയും. അപ്പോൾ നമ്മളനുസരിച്ചിട്ട് എന്താ പറയുക ഗോഡൗണിൽ നിന്ന് അത്ര സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യും മെയിൻ സ്റ്റോറിലേക്ക്, ഫ്രണ്ടിലേക്ക്. അപ്പോൾ അനുസരിച്ച് സ്റ്റോക്ക് ഫിസിക്കലി അവിടെ സ്റ്റോക്ക് കൂടും, നമുക്ക് സിസ്റ്റത്തിൽ സ്റ്റോക്ക് കൂടും. അപ്പോൾ റെഡ് അലേർട്ട് മാറിയിട്ട് ഓക്കെ ആകുമ്പോൾ സഫിഷ്യൻ സ്റ്റോക്ക് ആയിരുന്നു മെസ്സേജ് ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് അതൊക്കെ പ്രത്യേകിച്ച് ഓർഡർ പീരീഡ് ഇങ്ങനെ ഡേറ്റ് വയ്ക്കാൻ പറ്റില്ല. അത് സ്റ്റോക്ക് ഐറ്റംസിന്റെ മൂവ്മെന്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും വയ്ക്കും മിനിമം സ്റ്റോക്കാണ് വെക്കാം ഡേറ്റ്സിനേക്കാൾ കൂടുതൽ. പിന്നെ മിനിമം ആകുമ്പോഴേക്ക് അടുത്ത ഓർഡർ പ്ലേസ് നമുക്ക് കമാൻഡ് സിസ്റ്റത്തിൽ വെച്ചേക്കാം. അപ്പോൾ അതായത് കുറച്ച് നമുക്ക് ബെനിഫിഷ്യൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സോഹോ സോഫ്റ്റ്വെയർ ആണ്. അതിന് ഗോ ഫ്രൂൾ എന്ന് പറഞ്ഞിട്ടാണ്. ചെന്നൈ ആണ് എൻ്റെ സ്റ്റാർട്ടിങ്ങിലും. അമേരിക്കയിലാണ്, US-ലാണ് എൻ്റെ ഓപ്പറേഷൻ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ. അത് പല സപ്ലൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സപ്ലൈസ് റീപ്ലേസ് തരുന്ന സപ്ലൈസ് ഉണ്ട്. അപ്പം അങ്ങനെ കേസുകൾ വരുമ്പോൾ നമുക്ക് അത്ര റിസ്ക് ഇല്ല. അപ്പോൾ നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാരണ്ടിയുമ്പോൾ നമ്മൾ വിറ്റ് പോയില്ലെങ്കിൽ തിരിച്ചു അവർക്ക് കൊടുക്കും. പക്ഷെ ചില ഐറ്റംസ് എന്താ പറയുക വിറ്റ് പോയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ചില ബ്രാൻഡിൽ CC ആണെന്ന് ബ്രാൻഡിലൊന്നും റിട്ടേൺ എടുക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ഇത് കസ്റ്റമറെ കൊണ്ട് പരമാവധി അങ്ങനത്തെ ഐറ്റംസ് പുഷ് ചെയ്ത് തീർക്കാൻ നോക്കും. റിട്ടേൺ കിട്ടുന്നത് നമുക്ക് നഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് പോയില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് ഡാമേജ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൽ ബാധിക്കുന്ന ഐറ്റംസ് വരുമ്പോൾ നമ്മൾ പരമാവധി പുഷ് ചെയ്ത് ആൾക്കാരെ എടുപ്പിച്ചിട്ട് അത് തീർക്കാൻ പോകും. അതാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഇങ്ങനത്തെ ഷോർട്ട് ടൈം എക്സ്പെറിയുള്ള ഐറ്റംസ് നമ്മൾ അങ്ങനെ ചെയ്യും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50-60 സപ്ലൈസ് വരുന്നത്. അപ്പോൾ ഡെയിലി ബേസിസ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ നമ്മൾ ബ്രെഡ് നമുക്കൊരു 4-5 ബ്രാൻഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സപ്ലൈസ് ആയി. പിന്നെ അതുപോലെ ഇപ്പം ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ എല്ലാ ഐറ്റത്തിനും. അപ്പോൾ നമ്മൾ ഒരു 1-2 ബ്രാൻഡ് വെച്ചിട്ട് കാര്യം നമുക്ക് കാണും. അപ്പം എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു 50-60 സപ്ലൈസ് നമുക്ക് പോയി. Thank you.